നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഓരോ ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും പ്രധാന കാര്യം? കാരണം ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. സലാഹ് ഹുസൈൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: വാഹനം നിരങ്ങി നീങ്ങുമ്പോൾ ക്ലച്ച് ഫുൾ ചവിട്ടിയാലും റിവേഴ്സ് ഗിയറും സെക്കൻഡ് ഗിയറും ഇടുമ്പോൾ ഉരയുന്ന സൗണ്ട് വരുന്നുണ്ട്. ക്ലച്ച് റിലീസ് ബെയറിങ് മാറ്റിയിട്ട് 20,000 കിലോമീറ്ററായി. എന്തുകൊണ്ടാണിങ്ങനെ? വാഹനം പൂർണ്ണമായി നിർത്തിയാൽ മാത്രമേ സെക്കൻഡിൽ ഇടാൻ പറ്റുള്ളൂ, എന്നാൽ ചില സമയങ്ങളിൽ സ്മൂത്തായി സെക്കൻഡ് ഇടാൻ പറ്റുന്നുണ്ട്. ഏതാ വാഹനം എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിട്ടില്ല. ഞാനത് എപ്പോഴും പറയുന്നതാണ്. നമ്മളൊരു സംശയ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഏത് വാഹനമാണെന്നും കൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. എത്ര കിലോമീറ്റർ നിലവിൽ ആ വാഹനം ഓടിയിട്ടുണ്ടെന്നും കൂടെ അറിയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, കുറേ കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് ഏതായാലും ക്ലച്ചിൻ്റെ റിലീസ് ബെയറിംഗ് മാറിയതിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിന് ഏകദേശം 20,000 കിലോമീറ്റർ ആയി റിലീസ് ബെയറിംഗ് മാറിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു റിലീസ് ബെയറിംഗ് മാത്രം മാറാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിലീസ് ബെയറിങ്ങിനകത്ത് സൗണ്ടോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ട് ചിലപ്പം അത് പ്രശ്നം ഉണ്ടാക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് ബുദ്ധിമുട്ടായിട്ടായിരിക്കും ചിലപ്പം ക്ലച്ചിൻ്റെ റിലീസ് ബെയറിംഗ് മാറിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഗിയർ വീഴാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഒരു 90% ക്ലച്ചിൻ്റെ പ്ലേ പ്രോപ്പർ അല്ലാതെ വരുമ്പോൾ, അതായത് ഫുള്ളായിട്ട് നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഫുള്ളായിട്ട് ഡിസെൻഗേജ് ആകാതെ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫുള്ളായിട്ട് ഡിസെൻഗേജ് ആയിട്ടില്ല, പ്ലേ കൂടുതലുള്ളതുകൊണ്ടാണ് അങ്ങനെ ഡിസെൻഗേജ് ആയി വരാത്തത്. അങ്ങനെ ഫുള്ള് ഡിസെൻഗേജ് ആയില്ലെങ്കിൽ വാഹനത്തിൻ്റെ ഗിയർ വീഴത്തില്ല. പിന്നെ ഓട്ടത്തിൽ ഒരു കാരണവശാലും റിവേഴ്സ് ഗിയർ വീഴത്തില്ല. ഇനി നിർത്തിയിട്ട കണ്ടീഷനിലാണ് വീഴുന്നില്ല എന്ന് ഉദ്ദേശിച്ചെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ക്ലച്ചിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിലീസിങ്, അതായത് ക്ലച്ച് ഫുള്ളായിട്ട് റിലീസ് ആയിരിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞതുപോലെ ഗിയർ വീഴത്തില്ല. അന്നേരം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ക്ലച്ചിന് പ്ലേ കൂടുതലാണെങ്കിൽ ആ പ്ലേ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്ലേ കൂടുതലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ക്ലച്ച് പെഡലിലോട്ട് പതുക്കെ കൈ കൊണ്ട് നമ്മളിങ്ങനെ തൊട്ട് നോക്കിയാൽ മതി. തൊട്ട് നോക്കുമ്പോൾ ഒരു അല്പം മാത്രം നീങ്ങുന്നുള്ളെങ്കിൽ പ്രശ്നമില്ല. ഒരുപാട് ഫ്രീ ആയിട്ട് നീങ്ങുന്നുണ്ടെങ്കിൽ, കാരണം ഫ്രീ ആയിട്ട് നീങ്ങുന്ന നമുക്ക് മനസ്സിലാവും. കാരണം എവിടെ ചെന്നിട്ടാണ് ആ കട്ടി വരുന്നത്, അല്ലെങ്കിൽ എവിടെ ചെന്നിട്ടാണ് ആ ഹാർഡ് പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ തൊട്ടായിരിക്കും നമ്മുടെ ക്ലച്ച് റിലീസ് ആകാൻ തുടങ്ങുന്നത്. അതുവരെ ഉള്ളതൊരു ഫ്രീ പ്ലേ ആണ്. ഫ്രീ പ്ലേ കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. അതായത് ഫ്രീ പ്ലേ വേണമെന്ന് ചോദിച്ചാൽ വേണം, വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ആകാനും പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ. ഫ്രീ പ്ലേക്ക് അതിൻ്റേതായൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനകത്ത് തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനം ഗിയർ വീഴാൻ വേണ്ടി ബുദ്ധിമുട്ട് കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ പറയുന്നത് പോലെ ഇടയ്ക്ക് സെക്കൻഡ് ഗിയർ വീഴും, ചില സമയത്ത് മാത്രം വീഴുന്നില്ലെന്നാണെങ്കിൽ ഒരു തവണ പോലും ഈ ഗിയർ വീഴുന്നില്ല. വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ക്ലച്ച് ചവിട്ടി ഗിയർ ഇടുമ്പോൾ സ്മൂത്തായിട്ട് വീഴുന്നുണ്ട്. ഓട്ടത്തിൽ മാത്രം വീഴാതെ വരുന്നൊരു കണ്ടീഷനാണ് നിങ്ങളുടെ വാഹനത്തിലുള്ളതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിനകത്ത് വരുന്ന സിങ്ക്രണൈസർ എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ്. പക്ഷേ ആ സിങ്ക്രണൈസർ മാറുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെക്കൻഡ് ഗിയർ ആണ് വീഴാതെ വരുന്നെങ്കിൽ, അതായത് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ടാണ് വീഴാതെ വരുന്നെങ്കിൽ ഫസ്റ്റും സെക്കൻഡും മാറുക. ഇനി സെക്കൻഡിൽ നിന്നും തേർഡിലോട്ട് ഇടുമ്പോഴാണ് വീഴാതെ വരുന്നെങ്കിൽ സെക്കൻഡും തേർഡും മാറുക. അത് നമ്മൾ മാറുന്നതിനനുസരിച്ച് ആ പാറ്റേൺ അനുസരിച്ച് മാറി വിടുക. പിന്നെ ഒത്തിരി കിലോമീറ്റർ ഓടിയ വാഹനമാണെങ്കിൽ സിങ്ക്രണൈസർ മാറുമ്പോൾ എല്ലാ സിങ്ക്രണൈസറും കൂടെ ഒന്നിച്ച് മാറുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും തേയ്മാനം വന്നിരിക്കുന്നത്. ഈ തേയ്മാനം വന്നിട്ട് ഇതിൻ്റെ ചെറിയ തരിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിടന്ന് ഓടുന്നുണ്ട്. ഭാവിയിൽ ബാക്കിയുള്ള സിങ്ക്രണൈസറിനും പ്രശ്നം വരാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു തവണ നമ്മൾ ഗിയർ ബോക്സ് അഴിച്ച് ഡിസ്മാൻഡിൽ ചെയ്യുകയാണ്. അതിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തീർത്തതിന് ശേഷം മാത്രം ആ ഗിയർ ബോക്സ് കയറ്റാവുള്ളൂ. അതായത് ഇപ്പോൾ ഫസ്റ്റും സെക്കൻഡും സിങ്ക്രണൈസർ പോയതാണെങ്കിൽ ഫസ്റ്റും സെക്കൻഡും മാത്രം മാറിയാൽ പോരാ, തേർഡും ഫോർത്തും ഫിഫ്ത്തും കൂടെ മാറുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സീരീസ് ഫുള്ള് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. നാളെ ഒരു സമയത്ത് ഒരു ഇഷ്യൂ കാര്യങ്ങളൊന്നും വരുന്നതായിരിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ക്ലച്ചിൻ്റെ പ്ലേ ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. റിലീസ് ബെയറിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ക്ലച്ചിൻ്റെ പ്ലേ കുറച്ച് ഓവറായിട്ട് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന കേട്ടിട്ട് തോന്നുന്നതാണ്. ക്ലച്ചിൻ്റെ പ്ലേ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കുക, അതായത് ക്ലച്ച് പ്ലേ കറക്റ്റ് ആക്കുക. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരു പ്രോബ്ലം പിന്നെ വരുന്നതായിരിക്കും.